ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റ് 2025 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ നിങ്ങളൊരു ഡോക്ടർ ആവാൻ പാഷനേറ്റ് ആണെങ്കിൽ, ഒരു ഡോക്ടർ ആയതിനു ശേഷം മാത്രമേ എനിക്കിതിൽ നിന്ന് പിന്മാറ്റമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, ഈ വരാൻ പോകുന്ന വർഷം +2 കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തു വേണ്ട സ്കോർ കിട്ടിയില്ല റിപ്പീറ്റ് ചെയ്യണം എന്ന കോൺഫിഡൻസോട് ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വളരെ ചെറിയ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് അവലോകനം നടത്താം. ആദ്യം, എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു, റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം മാറ്റത്തിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ ആ മാറ്റത്തിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ഇന്ന് ശീലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ലോകത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുള്ളത് വലിയ സത്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ, യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒരിക്കൽ അത് മാറ്റം വന്നു. കൊറോണ പോലൊരു പാൻഡമിക് വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അതിലേക്ക് അഡാപ്റ്റ് ആയി. അന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, ഓൺലൈൻ ക്ലാസ്സോ, ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും. കാലം ഇങ്ങ് കടന്നുപോയി, സത്യമല്ലേ? 2025 NDA കൊണ്ടുവന്നൊരു മാറ്റമാണ്. നീറ്റ് എക്സാം കൂടെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കിയേക്കാം. അപ്പൊ അത് മാറ്റമാണെങ്കിൽ ആ മാറ്റത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവര് ചെയ്തതെല്ലാം ശരിയാണെന്നോ NDA ന്യായീകരിക്കാനോ NDAയിൽ എന്റെ ആരും ഇവിടെ ഇരിപ്പില്ല. ഞാനും ഒരു ടീച്ചറാണ്, ഒരു പാഷനേറ്റ് ഫിസിക്സ് ടീച്ചറാണ്. കുട്ടികളെ മാക്സിമം പഠിപ്പിക്കാൻ അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപകൻ തന്നെയാണ് ഞാൻ. എനിക്ക് ഫീൽ ചെയ്യുന്നത് ആസ് എ ടീച്ചർ, ഒരു എൻട്രൻസ് അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോൾ ആ എക്സാം നടത്തിയ ഏജൻസിനെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. ആസ് എ ടീച്ചർ ഞാൻ ചിന്തിക്കുന്നത്, ഒരു എക്സാം ഡിഫിക്കൽട്ട് ആയാൽ എന്റെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥിനെ ആ ഡിഫിക്കൽട്ട് എക്സാം എഴുതാൻ പ്രാപ്തരാക്കുക എന്നതാണ് എന്റെ പണി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് വരെ എക്സാം ഡിഫിക്കൽട്ട് ആയതിന് ഞാൻ ഒരു കുറ്റവും പറയാറില്ല. അത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല. സത്യസന്ധമായും പറയുകയാണ്. ബിക്കോസ് ഐ എം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോഴത്തേക്ക് അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, എക്സാം ഡിഫിക്കൽട്ട് ആയാൽ ഞാൻ അതിന് അപ്ഡേറ്റ് ആവണം. എന്റെ കുട്ടികളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം, ചേഞ്ച് ആവണം എന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പൊ എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ അതിന്റെ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എക്സാം കഴിഞ്ഞ വർഷം ഈസി ആയിരുന്നു മക്കളെ. ആ സമയത്ത് കുട്ടികൾ ഒന്നടക്കം കരഞ്ഞുകൊണ്ട് നടന്ന എന്താണെന്നറിയോ? സാറേ, എനിക്ക് 650 മാർക്ക് കൊണ്ട് എനിക്ക് എന്നിട്ട് എൻട്രൻസ് കിട്ടിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 650 മാർക്ക് വാങ്ങി അവൻ മണ്ടനായില്ലേ? അല്ലേ? സത്യമല്ലേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഓഫ്ലൈൻ സെന്ററിൽ ഒരു കുട്ടി എന്നോട് വന്ന് നിന്ന് സംസാരിച്ചത് 1 മാർക്കിനാണ് കട്ട് ഓഫിൽ നിന്ന് നേരെ താഴെ പോയത്. കട്ട് ഓഫ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 655 ആണെന്നാണ് എന്റെ ഓർമ്മ. 655 654. ഈ പറഞ്ഞ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് താഴെ കമന്റ് ചെയ്യാം. 654 കട്ട് ഓഫ് എങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയത് 653 ആണ്. 1 മാർക്ക്. നിങ്ങളൊന്ന് ആലോചിക്കേ, വരുത്തി വെച്ച ഒരു നെഗറ്റീവ് ആയിരിക്കാം മേ ബി ആ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സാം അത്ര ഈസി ആയതുകൊണ്ടാണ് അത്ര വലിയൊരു കട്ട് ഓഫിലേക്ക് പോയത്. അതും വലിയ പ്രശ്നമാണ്. എക്സാം വെറും അങ്ങ് ഡിഫിക്കൽട്ട് ആവുന്നതും വലിയ പ്രശ്നം തന്നെയാണ്. സത്യം, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ NDA ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് എന്താണ് NDAയുടെ റോൾ? എന്താണ്? ആക്ച്വലി അതൊരു ഏജൻസിയാണ്. അവരാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇതിനൊരു പാനൽ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. അല്ലാതെ NDAയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ എടുത്തു വെച്ചിട്ടല്ലല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. ഒരു ടീച്ചറാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്? അല്ല. ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അതിനെ ഉറപ്പായിട്ടും റിവ്യൂ ചെയ്ത്, കാര്യം ഇത് അത്ര വലിയൊരു എക്സാം ആണ്, ചുമ്മാ അതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കി വിടുന്നതല്ല. അപ്പൊ ഒബ്വിയസ്ലി നമ്മളാണ് അതിലേക്ക് എത്തേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞ പോലെ 100 മീറ്ററിന്റെ ഓട്ടം നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഒരു 100 മീറ്ററിന്റെ ഓട്ടം, അപ്പം നമ്മൾ 150 മീറ്റർ ശക്തിയിൽ ഓടാൻ, 150 മീറ്റർ എങ്കിലും മിനിമം ഓടാനുള്ള ലെവലിലേക്ക് നമ്മൾ വളരണം. നാളെ നിങ്ങളൊരു ബോക്സിങ്ങിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ബോക്സിങ്ങിന് തയ്യാറെടുക്കാൻ നേരത്തെ എതിരാളിയോട് നേരത്തെ ചോദിച്ചിട്ട് നിങ്ങൾ എന്റെ മൂക്കിനിടിക്കുവോ, നിങ്ങൾ എന്റെ വയറിന് കുത്തുവോ എന്ന് ചോദിച്ചിട്ടാണോ? നമ്മളല്ല. അവൻ എന്തിനൊക്കെ വന്നാലും അവൻ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ള തലത്തിലേക്ക് നമ്മൾ മാറുന്ന പ്രാക്ടീസ് നമ്മൾ എടുക്കണം. അല്ലേ? സത്യമല്ലേ? പിന്നെ ആകെ പറ്റിപ്പോയത് 2024 അങ്ങ് ഭയങ്കര ഈസി ആവുകയും 2025 അങ്ങ് ഡിഫിക്കൽട്ടും ആയപ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നം വന്നത്. ഒരുപാട് വീഡിയോസിന്റെ താഴെ ഞാൻ കണ്ട കമന്റുകൾ ഞാൻ പറയാം. NDA എന്നെ ചതിച്ചു. അതെങ്ങനെ NDA ചതിക്കുന്നത്? നമ്മളോട് NDA പറഞ്ഞായിരുന്നു എക്സാം ഈസി ആവും? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു എക്സാം എക്സ്പെക്ട് ചെയ്തല്ല ഞാൻ എക്സാം ഹാളിലേക്ക് പോയത്. കേരളത്തിനോടും ഇന്ത്യയോടും എനിക്ക് വെറുപ്പായി. ഞാൻ വേറെ രാജ്യം കടക്കുകയാണ് MBBS ചെയ്യാൻ. ലക്ഷങ്ങളും
കോടികളും കൊടുക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ വേറെ എന്ത് പറയാനാണ്? അല്ലാതെ ആ പോകാൻ നിൽക്കുന്ന ആളോട് മോനെ പോകരുത്, ഇവിടെ ഗവൺമെന്റ് സീറ്റ് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. പേടിച്ചോടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല മക്കളെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് യു ആർ പാഷനേറ്റ്, ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഡോക്ടർ ആവാൻ പാഷനേറ്റ് ആണെങ്കിൽ, കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടുക തന്നെ വേണം. ഇതാ ഞാനൊരു ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും. ചെറിയ എക്സാമ്പിൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് വായിച്ചു നോക്ക്. ചേസ് യുവർ ഡ്രീംസ്. പക്ഷെ എന്താ പറയുന്നത്? മേക്ക് ഷുവർ ദാറ്റ് ഡോണ്ട് ഫൈൻഡ് എ ഷോർട്ട് കട്ട്. ഒരു ഷോർട്ട് കട്ടും ഇല്ല, കഷ്ടപ്പെടുക തന്നെ വേണം. ലെജൻഡ് ആയിട്ടൊരു മനുഷ്യനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ താഴെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ? ദ പാത്ത് മൈറ്റ് ബി ടഫർ ഓർ ഡിഫിക്കൽട്ട്, ലോങ്ങർ, ബട്ട് ഇറ്റ് വിൽ വർത്ത് ഇറ്റ്, ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ടഫാണ്, ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ കഷ്ടപ്പെട്ട അതിനുള്ള റിസൾട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഒരു കാര്യം ഒന്ന് ചോദിക്കണം. ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായ എക്സാമിന് വേണ്ടി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 365 ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ 365 ദിവസവും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ തൊട്ട് ഒരു തരി പോലും കുറ്റബോധമില്ലാതെ പറയാൻ എത്ര പേർക്ക് ഇവിടെ കഴിയും? സത്യം പറയണം. ഈ കമന്റ് ഇടുന്ന എത്ര പേർക്ക് ഇതിൽ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിലേക്ക് തയ്യാറെടുക്കാൻ നമ്മളെ ശീലിപ്പിക്കുക. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷനെ പറ്റി, നമുക്ക് ബാക്ക് ബെഞ്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം. ഇദ്ദേഹം വളരെ തമാശയ്ക്ക് പറയുന്നുണ്ട്, ഞാനും പണ്ടൊരു ബാക്ക് ബെഞ്ചറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ആരെങ്കിലും കൊണ്ട് തരുന്നതല്ല. നമ്മൾ അതിന് വേണ്ടി രാപകൽ അഹോരാത്രം ടീച്ചേഴ്സിനോടൊപ്പം ചേർന്ന് നിന്ന് കഷ്ടപ്പെടാനുള്ള മനസ്സ് കാണിക്കണം. നിങ്ങൾ ഒട്ടും മനസ്സ് കാണിച്ചിട്ടില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ മാറ്റത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കാര്യം, നമ്മൾ ഒരു ഡിഫിക്കൽട്ട് ലെവൽ എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ടെന്ന് അങ്ങോട്ട് വിചാരിക്കും. സപ്പോസ് എക്സാം ഈസി ആയ നമ്മൾ ഉടനെ അവരെ കുറ്റം പറയുമോ? ഞാൻ ഡിഫിക്കൽട്ട് ലെവലിന് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, നിങ്ങൾ എന്തിന് ഈസി ആക്കി എന്ന് നിങ്ങൾ ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കില്ലല്ലോ നമ്മൾ. അപ്പൊ നമ്മളൊരു എക്സ്ട്രീം ലെവല് കണ്ടിട്ട്, അതായത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന അങ്ങേ അറ്റം നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന്റെ താഴേക്ക് വരുന്ന എന്ത് കണ്ടാലും നമുക്ക് ഈസി ആയിരിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം, അത് മലാല യൂസഫ്സായി പറഞ്ഞ വാക്ക് നോക്കിക്കേ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പാക്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ് പറയുന്നത്. യെസ്, 100% ഉറപ്പാണ്. വെറുതെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാമല്ല. ഞാൻ ഈ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്തിട്ടോ കോൾമയർ കൊണ്ടിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളിലാണ് കോൺഫിഡൻസ് വേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കും. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് മേ ബി +2 കഴിഞ്ഞതിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തവർ കാണും. ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ട് ഉദ്ദേശിച്ച കട്ട് ഓഫിലേക്ക് എത്താതെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തവർ കാണും. റെസിഡൻഷ്യൽ ബാച്ചുകളിലും സ്കൂളുകളിലും പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തവർ കാണും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ സജഷനാണ്, എക്സ് ഓർ വൈ, എ, ബി, സി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും എതിരല്ല ഞാൻ, ഒരു അധ്യാപകനും എതിരല്ല ഞാൻ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അജണ്ടകളും എത്തിക്സുകളും ഉണ്ട്. അത് അവർ കീപ്പപ്പ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പൊ അതെങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും ഇതിനു മുമ്പ് അവിടുന്ന് പഠിച്ചിറങ്ങിയ നല്ല റാങ്ക് വാങ്ങിയവരോടും മോശം റാങ്ക് വാങ്ങിയവരോടും, മോശം റാങ്ക് വാങ്ങിയ വ്യക്തി മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നല്ല റാങ്ക് കിട്ടിയതും എന്നാൽ അത്ര റാങ്ക് കിട്ടാതെ ഡ്രോപ്പേഴ്സ് ആയിട്ടുള്ളവരോടും നിങ്ങൾ സംസാരിക്കണം. കാരണം എന്താ? നല്ല റാങ്ക് വാങ്ങിയവരോട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നല്ലത് മാത്രമേ പറയാൻ കാണത്തുള്ളൂ. എന്നും പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മോശം കാര്യങ്ങൾ കേൾക്കാനല്ല. പക്ഷെ മോശം റാങ്ക് വാങ്ങിയ, അല്ല റിസൾട്ട് കിട്ടാത്തൊരു കുട്ടിയോട് നിങ്ങളൊരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ സ്ഥാപനങ്ങളിലെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വരും. ഉടനെ ആ സ്ഥാപനങ്ങളിലെ മുഴുവൻ പ്രശ്നവും നമ്മൾ പോയിരുന്ന് നന്നാക്കാനല്ല. പക്ഷേ ആ കാര്യങ്ങൾ നമ്മളെ പേഴ്സണലി അഫക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കാമല്ലോ. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ കുട്ടി ഒരു സ്ഥാപനത്തിനെ കുറ്റം പറഞ്ഞത് ആ കുട്ടി മാത്രം ഫേസ് ചെയ്ത ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ വാർഡൻ പണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ദേഷ്യമായിരിക്കും ഈ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നല്ല ഫീഡ്ബാക്ക് എടുക്കേണ്ടത്. ഈവൻ നിങ്ങൾ നാളെ എന്റെ ഓൺലൈൻ ക്ലാസ് കാണണം എന്ന് തീരുമാനിക്കുക, യൂട്യൂബില് RRPയുടെ ക്ലാസ് കാണണോ വേണ്ടായോ? ഉറപ്പായിട്ടും ഞാൻ പഠിപ്പിച്ച 10,000 കുട്ടികൾ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതിനു മുമ്പ് പഠിപ്പിച്ചവരും ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, അദ്ദേഹത്തിന്റെ ക്ലാസ് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇഫ് നിങ്ങൾക്ക് അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ് കാണരുത്, സത്യമായിട്ടും കാണരുത്. അതാണ് ചെയ്യേണ്ടത്. ഞാൻ കോൺഫിഡൻസോട് ഇത് പറയുന്നുണ്ടല്ലോ.
അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ലൈഫാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ NTA ഇതിൽ എന്ത് ചെയ്തു, NTA റോൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. NTA എന്ന് പറയുന്ന ഒരു എക്സാം നടത്തുന്നു, അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അത് പണ്ടൊരു കോമഡി ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചില ആൾക്കാരുടെ ഒരു സ്വഭാവമുണ്ട്, ലവൾ എന്താ ഇങ്ങനെ, ലവൻ എന്താ ഇങ്ങനെ, മറ്റേ ആൾ എന്താ നന്നാവാത്ത, അതല്ല ആദ്യം ചോദിക്കും ഞാൻ എന്താ ഇങ്ങനെ, അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. സത്യമല്ലേ? എന്നോട് ആർക്കും ഇതിൽ ദേഷ്യമോ വിരോധമോ തോന്നരുത്. റിയാലിറ്റി അങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. ഉറപ്പായിട്ടും റിയാലിറ്റി പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് കയ്പ് തോന്നും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. 100% അതിനനുസരിച്ച് എനിക്കും എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ ഞാൻ മാറാം. പക്ഷെ ഒരു കാര്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫ് ഈസ് യുവേഴ്സ്, ചോയ്സ് ഈസ് യുവേഴ്സ്. സോ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്ത് ചെയ്യണം. കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ല. നമ്മളെല്ലാവരും കൂടെ കൊടി പിടിച്ചുകൊണ്ട് NTA ഓഫീസറിന്റെ വാതിക്ക് പോയി നിന്ന് വാശി കാണിച്ചിട്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എക്സാം ഈസ് ഓവർ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. വരാനുള്ളത് നമുക്ക് ഫേസ് ചെയ്യാം. ഇഫ് യു ആർ പാഷനേറ്റ് ടു ബിക്കം എ ഡോക്ടർ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം, നിങ്ങൾ മെനക്കെടാൻ തയ്യാറാവണം, നിങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാവണം, നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം, നിങ്ങൾ NCERT സിലബസ് മൊത്തം പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഉറപ്പായിട്ടും അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, ഈ വർഷം നമ്മുടെ അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ആയിരിക്കും. 100% ഉറപ്പ്. അപ്പൊ എല്ലാവരും കോൺഫിഡൻസോടെ ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.